വിശുദ്ധ ലൂക്കാസ് ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. തിന്മയിലേക്ക് വീണ്ടും വീണു പോവരുതെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. വളരെ വൃത്തിയുള്ളൊരു പ്രതലത്തിൽ ഒരു ചെറിയ കറുത്ത പാട് വീഴുമ്പോൾ സാധാരണ കണ്ണുകളൊക്കെ എത്തിപ്പിടിക്കുക ആ കറുത്ത പാടിനെ മാത്രമാണ്. കൂടുതലുള്ള വെണ്മയേക്കാൾ കുറച്ചുള്ള കറുപ്പിലേക്ക് കാഴ്ച ദൃഷ്ടി പതിപ്പിക്കുവാനുള്ള ഒരു പ്രവണത നമുക്കേവർക്കും ഉണ്ടാവാം. വചനം ഓർമ്മിപ്പിക്കുന്നു, നന്മയെ തിരിച്ചറിയുവാൻ, നന്മയിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം തന്നെ ബാധിച്ച അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയിട്ട് ഒരുപാടിടങ്ങളിൽ അലയും, പുതിയ ഇടത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒന്നും കണ്ടുകിട്ടാതെ വരുമ്പോൾ ഈ അശുദ്ധാത്മാവ് വീണ്ടും തിരികെ വരും. തിരികെ വരുമ്പോൾ ഈ വ്യക്തി ഏറ്റവും നന്മയിലായിരിക്കാം. അടിച്ച് വൃത്തിയാക്കി മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഇടത്തേക്ക് തനിക്ക് ഒറ്റയ്ക്ക് വരാൻ സാധ്യമാകാത്തത് കൊണ്ട് തന്നേക്കാൾ ശക്തരായ മറ്റ് 7 അശുദ്ധാത്മാക്കളുടെ കൊണ്ടുവന്നിട്ട് ഇവരിലേക്ക് വാസം ഉറപ്പിക്കുകയും ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുകയും ചെയ്യുന്നുവെന്ന് വചനം പറയുന്നു. ഒരു വലിയ പ്രാർത്ഥനയിലൂടെ, ഒരു ധ്യാനത്തിലൂടെ, നല്ല കുമ്പസാരത്തിലൂടെയൊക്കെ നന്മയിലേക്ക് നാം ആയതിനു ശേഷം ആ അഗ്നിയുടെ ആ ആത്മീയ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചൂട് നഷ്ടമാകുമ്പോൾ ഗതകാല സ്മൃതികളിലേക്ക് നമ്മുടെ കണ്ണുകളും ചിന്തകളുമോ കടന്നു പോകുമ്പോൾ വീണ്ടും അതിനേക്കാൾ മോശമായിട്ട് തീരാം നമ്മുടെ സാഹചര്യം. അതുകൊണ്ട് തിന്മയിൽ തന്നെ ആവണമെന്ന ധ്വനി ഇതിന് കൊടുക്കരുത്. തിന്മയെ വേരോടെ പിഴുതെറിഞ്ഞിട്ട് എൻ്റെ ജീവിതകാലത്തിൻ്റെ അനുഭവങ്ങളോ സങ്കടങ്ങളോ ഒന്നും വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ, എൻ്റെ മനസ്സുകൊണ്ട് പോലും അങ്ങോട്ട് ഞാൻ എത്തിപ്പിടിക്കാതെ, എല്ലാം ഇപ്പോഴും നന്മയുടെ പേരിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ, ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ വചനം ഓർമ്മിപ്പിക്കുന്നു. ഉപേക്ഷിച്ചവയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം, വേണ്ടാന്ന് വെച്ചവയെ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വയ്ക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. എത്രമാത്രം സന്തോഷം സമ്മാനിക്കുന്നതാണെങ്കിലും എത്ര സുഖകരമായതാണെങ്കിലും തിന്മയെ, അശുദ്ധിയെ വേണ്ട എന്ന് വെച്ചതിനെ നിരന്തരമായി വേരോടെ ഉപേക്ഷിക്കുവാനുള്ള ശക്തി നമുക്കുണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഈ ജപമാല മാസമൊക്കെ നാം ആയിരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത മേഖലയിലൊക്കെ എന്നും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ, വിശുദ്ധി സൂക്ഷിക്കുവാനുള്ള കൃപ നമുക്ക് ഏവർക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.